ഹായ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ജി അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിസിക്സിലെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാര്യമായിട്ട് വേർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജുമാണ്. നമ്മൾ ലാബുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റിനെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് ജെഇക്കാണെങ്കിലും ജെഇ അഡ്വാൻസ്ഡിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും അഡ്വാൻസിനാണെങ്കിലും. അപ്പോൾ നമുക്ക് അത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റനും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റനും രണ്ടും വരാറുണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് വിധത്തിലുള്ള, അതായത് അതിൻ്റെ ഈസി ലെവലും അതുപോലെ ഡിഫിക്കൽട്ട് ലെവലും ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേർനിയർ കാലിപ്പേഴ്സിലേക്ക് പോകാം. വേർനിയർ കാലിപ്പേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, വേർനിയർ കാലിപ്പേഴ്സിൽ നമുക്ക് രണ്ട് സ്കെയിലാണുള്ളത്. ഈ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? വേർനിയർ സ്കെയിൽ. അപ്പോൾ മെയിൻ സ്കെയിലുണ്ട്, നമുക്ക് വേർനിയർ സ്കെയിലുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതൊരു വെർനിയർ കാലിപ്പേഴ്സ് എടുത്താലും അതിന് ഒരു ലീസ്റ്റ് കൗണ്ട് ഉണ്ട്. പക്ഷേ എല്ലാ വെർനിയർ കാലിപ്പേഴ്സിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെ ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് വേർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് വേർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം പല ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻസിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാ വെർനിയർ കാലിപ്പേഴ്സിനും എല്ലാ സ്ക്രൂ ഗേജിനും ലീസ്റ്റ് കൗണ്ട് എന്തല്ല? സെയിം അല്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. നോക്കാം. ഇനി വേർനിയർ കാലിപ്പേഴ്സിലെ മെയിൻ സ്കെയിലിലെ ഡിവിഷൻസ് കണ്ടോ? അടുത്തടുത്തുള്ള രണ്ട് വരകൾക്കിടയിലുള്ള ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MSD എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് MSD. മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇനി അതുപോലെ തന്നെ നോക്കൂ, ഈ വെർനിയർ സ്കെയിൽ ഇതാണ്. വെർനിയർ സ്കെയിലിൽ രണ്ട് അടുത്തടുത്തുള്ള വരകൾക്കിടയിലുള്ള ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? VSD, വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഈ വെർനിയർ സ്കെയിലിൽ ആകെ എത്ര ഡിവിഷൻസ് ഉണ്ടോ ആ ഡിവിഷൻ്റെ എണ്ണത്തെയാണ് സാധാരണഗതിയിൽ നമ്മൾ ക്യാപിറ്റൽ N എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി നമുക്കതിൻ്റെ ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളതിന് രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്നെന്താ? 1 MSD divided by total number of divisions on the vernier scale. What is N over here? N is the total number of divisions. On the vernier scale. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഒരു ഇക്വേഷൻ 1 MSD divided by N. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് കടക്കാം. ലീസ്റ്റ് കൗണ്ടിൻ്റെ അടുത്ത ഇക്വേഷനാണ്, നോക്കൂ. LC is equal to 1 MSD minus 1 VSD. 1 MSD minus 1 VSD. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ കേട്ടോ. 1 MSD minus 1 VSD. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർനിയർ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. വേർനിയർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വേർനിയർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ടിനെ തന്നെയാണ് നമ്മൾ വേർനിയർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻസ് നോക്കും? രണ്ട് ഇക്വേഷൻസ് ആണ്. MSD divided by N, where N is the total number of divisions on the vernier scale. രണ്ട് MSD minus VSD. ഓക്കെ, അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർനിയർ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, N ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പോൾ ഇതിലൊന്നും നിങ്ങൾക്ക് പുതുതായിട്ട് ഒന്നും ഇല്ല അല്ലേ? നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി പോകുന്നത്. വേർനിയർ കാലിപ്പേഴ്സിൻ്റെ റീഡിംഗ് എടുക്കുന്ന രീതി. അതിൽ ഒരു രീതി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കും അറിയാം. മാത്രമല്ല നിങ്ങൾ ലാബിലൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താണ്. പക്ഷേ അതല്ലാത്ത ഒരു രീതി കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് വെർനിയർ കാലിപ്പേഴ്സിൻ്റെ റീഡിംഗ് എടുക്കുന്ന മെത്തേഡാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് നോക്കൂ, റീഡിംഗ് എന്ന് പറഞ്ഞാൽ MSR പ്ലസ് VSR. യു നോ ദിസ്. കാരണം MSR എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ്. ഈ വെർനിയർ സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ VSR എന്ന് നമ്മൾ വിളിക്കുന്ന ആരെ അറിയോ? ഇതിനെയാണ്. അതെന്താ? N ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ചിലർ ഇതിനെങ്ങനെ എഴുതും? MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് എഴുതും.
ഓക്കെ, ആക്ച്വലി വി എസ് ആർ നമ്മൾ വിളിക്കുന്നത് ഈ എൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. ഞാൻ പറയാം എന്താണുള്ളത്. ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീഡിങ് എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ ഒരു കേസിൽ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു സിലിണ്ടറാണ് വെച്ചതെന്ന് വിചാരിക്കുക. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ഇറ്റ് ബി. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇവിടെ ഏതോ ഒരു വെർനിയർ സ്കെയിലിൻ്റെ ഏതോ ഒരു ഡിവിഷൻ, ഒരു ലൈൻ എക്സാക്ട്ലി മുകളിലുള്ള, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ഞാൻ വിചാരിക്കുന്നത് ഈ 6 ആണ്. അതായത് ഈ 6 മേലുള്ള വി എസ് ഡിയുമായിട്ട് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരാളെ ഉണ്ടാവുള്ളൂ, എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന് ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അത് എത്രാമത്തെ ഡിവിഷനാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7ാമത്തേതാണെങ്കിൽ ഇവിടെ 7, മനസ്സിലായല്ലോ. അതല്ലെങ്കിൽ 6 ആണെങ്കിൽ 6, അത് എത്രാമത്തെ ഡിവിഷനാണോ മെയിൻ സ്കെയിലുമായിട്ട് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്ത് വരുന്നത്, അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ലാബിൽ ചെയ്ത രീതിയാണ്. ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല, പുതിയ ഇൻഫർമേഷൻ അല്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്ത് നിങ്ങൾ മാർക്ക് ഓൾറെഡി വാങ്ങിയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് എന്നർത്ഥം അല്ലേ? നിങ്ങൾ ഫെമിലിയർ ആണല്ലോ, ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല. യു നോ ദിസ്. അപ്പോൾ നോക്കൂ, റീഡിങ് എം എസ് ആർ പ്ലസ് വി എസ് ആർ. അതിൽ എം എസ് ആർ പ്ലസ് വി എസ് ആർ എന്ന് പറഞ്ഞത് എൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ടാണ്. എൻ എന്ന് പറഞ്ഞത് എത്രാമത്തെ വെർനിയർ സ്കെയിലിൻ്റെ ഡിവിഷനാണോ മെയിൻ സ്കെയിലുമായി എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നത്, ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. വളരെ പ്രധാനപ്പെട്ട ജി അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇനി ഇതറിയണമെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് അറിയണം അല്ലേ? പക്ഷേ ആ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പറ്റൂത്. അടുത്ത ഇക്വേഷൻ നോക്കൂ, റീഡിങ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് എൻ ഇൻറ്റു വി എസ് ടി. മനസ്സിലായോ? നോക്കി, ഇക്വേഷൻ ശരിക്കും ശ്രദ്ധിക്കണേ. എന്താ റീഡിങ്? എങ്ങനെ റീഡിങ് എടുക്കുന്നത്? ഈ ആദ്യത്തെ സെൻറ്റൻസ് നോക്ക്, മെയിൻ സ്കെയിൽ റീഡിങ്, കാരണം ഇതിന് ഇക്വലൻ്റ് ആയ മറ്റൊരു ഇക്വേഷനാണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും യു ഹാവ് ടു ഗെറ്റ് ദ സെയിം ആൻസർ. അല്ലാതെ രണ്ട് മെത്തേഡിൽ പോയിട്ട് നമുക്ക് വ്യത്യസ്ത ആൻസർ കിട്ടാൻ പാടില്ലല്ലോ. ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തുക. പക്ഷേ ഇത് നമുക്ക് പുതിയ ഒരു ഇക്വേഷനാണ്. റീഡിങ് എന്താണ്? മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഡോണ്ട് വറി, ഐ വിൽ എക്സ്പ്ലെയിൻ. കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് എൻ ഇൻറ്റു വി എസ് ഡി. അത് പറയാം, എൻ ഇൻറ്റു വി എസ് ഡി. ക്ലിയർ ആണല്ലോ? മീൻസ് എന്താ പറഞ്ഞത് എന്നുള്ളത് എന്താ നോക്കൂ. ആദ്യത്തെ പാർട്ട് നമുക്കൊന്ന് നോക്കാം. മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, നേരത്തെ ഡയഗ്രാം തന്നെ എടുക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ നമ്മൾ വെച്ചു. അപ്പോൾ ആ സിലിണ്ടർ വെച്ച സമയത്താണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ. അപ്പോൾ ഏതോ ഒരു വെർനിയർ സ്കെയിൽ എക്സാക്ട്ലി ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ ഇയാളാണ് എക്സാക്ട്ലി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് സപ്പോസ്, അങ്ങനെ മനസ്സിലാക്കും. ലെറ്റ് ഇറ്റ് ബി. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരാൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ സ്കെയിലുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ എഴുതി, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത്, ഇവിടെ സാധാരണ നമ്മൾ റീഡിങ് എടുക്കുന്ന രീതി ഇതല്ല. സാധാരണ ഇപ്പോൾ ഈ കേസിൽ നോർമലി എം എസ് ആർ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോർമലി എം എസ് ആർ എടുക്കുമ്പോൾ വി എസ് ആറിൻ്റെ 0 എവിടെയാണോ അതിൻ്റെ നേരെ ഉള്ളത് എടുക്കേണ്ടത്. അപ്പോൾ നേരെ ആളില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത്. എന്ന് വെച്ചാൽ നോർമൽ കേസിൽ നമ്മൾ ഇതിൽ വി എസ് ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഇതാണ് ആ റീഡിങ്. എന്ന് വെച്ചാൽ ഇത് എത്ര? 1.1 നോർമൽ കേസ്. പക്ഷേ ഇവിടുത്തെ ഇക്വേഷനിൽ പറഞ്ഞതല്ല. ഇവിടുത്തെ ഇക്വേഷനിൽ പറഞ്ഞ മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മെയിൻ സ്കെയിലിലെ ഏത് റീഡിംഗ് ആണോ എക്സാക്ട്ലി വെർനിയർ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് ആ റീഡിങ് എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറയുന്നു ഇയാളാണ്, ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, ഇയാളാണ് എന്ന് വിചാരിക്കുക, ദിസ് വൺ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീഡിങ് എടുക്കേണ്ടത് ഇതല്ല, മീൻസ് ഇതല്ല എടുക്കേണ്ടത്, ഇതെടുക്കേണ്ടത്. അപ്പോൾ ഇതെത്ര നോക്കൂ, ഇത് 2 ആണ്. അപ്പോൾ ഇത് 2.5 ആണ്. അപ്പോൾ ഇതെത്ര വരിക? ഇത് 2.4. മനസ്സിലായോ? ഇത് 2.4 ആണ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിങ് അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞത് എന്താണ് എന്നാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ കാര്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കിയേ. അപ്പോൾ നോക്കൂ, പിന്നെ ഇനി അപ്പോൾ റീഡിങ് എന്തായിരുന്നു? മൈനസ് ഇനി നമുക്കുള്ളത് എൻ ഇൻറ്റു വി എസ് ഡി. അപ്പോൾ എൻ എന്താ? നേരത്തെ പറഞ്ഞ പോലെ വെർനിയർ സ്കെയിലിൽ എത്രാമത്തെ ഇതാണോ കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റീഡിങ്. അപ്പോൾ ഇവിടെ എത്ര വരിക? ദിസ് വൺ.
നമ്മൾ നേരത്തെ പോലെ തന്നെ എന്നിന് സെയിം മീനിങ് തന്നെ എൻ ഇൻറ്റു എൽ സി എന്ന് അവിടെ ചെയ്തില്ലേ. ഇൻറ്റു ഇവിടെ എൽ സി അല്ല വി എസ് ടി എന്നാണ്. വി എസ് ഡി എന്ന് പറഞ്ഞാൽ ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ, ദ വാല്യൂ ഓഫ് വൺ വെർണിയർ സ്കെയിൽ ഡിവിഷൻ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് പല സ്ഥലങ്ങളിലും ജി അഡ്വാൻസ്ഡ് എക്സാമിന് ഫേസ് ചെയ്യുമ്പോൾ ആവശ്യം വന്നേക്കാം. ഓക്കെ, ഇത് നമ്മളെ കൺവെൻഷണൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതറിയണമെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ തരാത്ത സന്ദർഭത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എന്താണോ അതേ ആൻസർ നമുക്ക് ഇത് വെച്ചിട്ടും നമുക്ക് കണ്ടെത്താം. മനസ്സിലായല്ലോ. പക്ഷേ ഇത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് റീഡിങ്ങിൻ്റെ ആ ഫോട്ടോ കിട്ടണം അല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഏതാണ് ശരിക്കും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ വെർണിയർ കാലിപ്പേഴ്സിൻ്റെ പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻ എ വെർണിയർ കാലിപ്പേഴ്സ് n divisions on the vernier scale coincide with n-1 divisions on the main scale. അപ്പോൾ മെയിൻ സ്കെയിലിലെ n-1 ഡിവിഷൻസിന് ഈക്വലൻ്റ് ആണെന്നാണ് പറഞ്ഞത്. നോക്കാം. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എഴുതാം, എൻ വി എസ് ഡി ഈസ് ഈക്വൽ ടു n-1 MSD എന്നാണ് സംസാരിച്ചത്. n-1 MSD. അപ്പോൾ ലീസ്റ്റ് കൗണ്ടൊക്കെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാല്യൂ ഓഫ് 1 MSD വി എസ് ഡി ഒക്കെ അറിയണം. മാത്രമല്ല ഇവിടെ ക്വസ്റ്റനിൽ പിന്നെ എന്താ പറഞ്ഞത്? ഇൻ വിച്ച് 1 ഡിവിഷൻ റെപ്രസെൻറ്റ് 1 മില്ലിമീറ്റർ. എന്തിൽ? മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ MSD ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ച് വെർണിയർ കോൺസ്റ്റൻറ്റ് അതെന്തിലാണ്? അത് സെൻറ്റിമീറ്ററിൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ എൻ വി എസ് ഡി ഈസ് ഈക്വൽ n-1 MSD ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് MSD ഗിവൺ നോക്കൂ, ഗിവൺ MSD എത്രയാണ്? 1 MSD ഈക്വൽ ടു 1 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? എന്താ നോക്കൂ, വി എസ് ഡി നോക്കൂ, വി എസ് ഡി ഈക്വൽ ടു n-1 ഡിവൈഡഡ് ബൈ n MSD. മനസ്സിലായല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു MSD ഈസ് 1 മില്ലിമീറ്റർ. അപ്പോൾ അത്രയും മില്ലിമീറ്റർ. അപ്പോൾ വി എസ് ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. വി എസ് ഡിയും കിട്ടി, MSD യും കിട്ടി. ഓക്കെ, രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വെർണിയർ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. നോക്കൂ, വെർണിയർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു എന്താ? 1 MSD മൈനസ് 1 VSD. ദാറ്റ് ഈസ് ഈക്വൽ ടു MSD എത്ര? 1 മില്ലിമീറ്റർ മൈനസ് n-1 ഡിവൈഡഡ് ബൈ n അത്രയും മില്ലിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? n-1 ഹോൾ ഡിവൈഡഡ് ബൈ n അത്രയും മില്ലിമീറ്റർ. ദാറ്റ് ഈസ് നോക്കൂ, എന്നും മൈനസ് എന്നും ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എത്ര കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n മില്ലിമീറ്റർ എന്ന് ആൻസർ കിട്ടി. പക്ഷേ ആൻസർ ക്വസ്റ്റ്യൻ നമ്മളോട് സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെന്താക്കണം? ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മില്ലിമീറ്ററിന് സെൻറ്റിമീറ്ററിലാക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/10n മില്ലിമീറ്റർ. ഓക്കെ, 1/10n മില്ലിമീറ്റർ. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലേ. ഇത് പിന്നെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജി അഡ്വാൻസിൻ്റെ ലെവലിലേക്ക് എത്താത്ത ഒരു ക്വസ്റ്റനാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ക്വസ്റ്റനിലേക്ക് പോയിട്ടുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. അടുത്ത് നോക്കൂ. യെസ്, എ വെർണിയർ കാലിപ്പേഴ്സ് ഹാസ് 1 മില്ലിമീറ്റർ മാർക്സ് ഓൺ ദ മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിൽ നോക്കൂ, 1 മില്ലിമീറ്റർ മാർക്ക് എന്ന് വെച്ചാൽ എന്താ? MSD ആണ് തന്നത്. 1 MSD ഈക്വൽ ടു 1 മില്ലിമീറ്റർ. Then it has 20 equal divisions on the vernier scale. Vernier scale 20 divisions കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ N ആണ് 20 divisions on the vernier scale. Which match with 16 main scale divisions. ഓക്കെ, അത് 16 മെയിൻ സ്കെയിൽ ഡിവിഷനായിട്ടാണ് മാച്ച് ആവുന്നത്. അപ്പോൾ 16 MSD ഈക്വൽ ടു 20 VSD എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ആകെ 20 വെർണിയർ സ്കെയിൽ ഡിവിഷനിൽ 20 ഡിവിഷൻസ് ഉള്ളത്. അത് 16 MSDക്ക് മാച്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഫോർ ദിസ് വെർണിയർ കാലിപ്പേഴ്സ് ലീസ്റ്റ് കൗണ്ട് തന്നെയാണ് വീണ്ടും നമ്മളോട് കാണാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 20 VSD ഈക്വൽ ടു 16 MSD. അതാ 16 MSD.
or 1 VSD equal to 1 VSD is equal to 16 divided by 20 MSD. That is equal to നോക്കൂ അപ്പോൾ ഇവിടെ നമുക്ക് 8 ഡിവൈഡഡ് ബൈ 10 MSD എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 MSD വിച്ച് ഈസ് ഈക്വൽ ടു 0.8 മില്ലിമീറ്റർ. കാരണം 1 MSD എന്ന് പറഞ്ഞാൽ ഒരു മില്ലിമീറ്റർ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ MSD ആയി VSD ആയി. VSD ആയില്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് therefore least count is equal to 1 MSD minus 1 VSD. That is equal to 1 MSD is 1 millimeter minus 0.8 millimeter. That is equal to 0.2 millimeter is the final answer. Previous JEE question ആണ് കേട്ടോ. പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ കേസാണ്. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നും ചാൻസ് ഇല്ല. നേരത്തെ നമ്മൾ ചെയ്ത ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇതിനെയും നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ശ്രദ്ധിച്ചോളണേ. എഗെയിൻ പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ദ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ഈസ് മെഷേർഡ് യൂസിങ് വെർനിയർ കാലിപ്പേഴ്സ് വിത്ത് 0 എറർ. അപ്പോൾ 0 എറർ എന്ന് പറഞ്ഞാൽ വെർനിയർ ഒന്നുമില്ലാത്ത സമയത്ത് വെർനിയറിൻ്റെ 0യും മെയിൻ സ്കെയിലിൻ്റെ 0യും എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 0 എറർ ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞിട്ട് നിൽക്കുക. ഇത് ഇനീഷ്യലി ഒന്നുമില്ലാത്ത സമയത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലിയർ. ഡയമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 0 ഓഫ് ദ വെർനിയർ സ്കെയിൽ ലൈസ് ബിറ്റ്വീൻ 5.10 സെൻറ്റിമീറ്റർ ആൻഡ് 5.15 സെൻറ്റിമീറ്റർ. നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്ക് പഠിക്കുക. വീഡിയോ പോസ് ചെയ്തോ? വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ശരിക്ക് പഠിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. അതിന് ശേഷം എന്നെ ഫോളോ ചെയ്യുക കേട്ടോ. കാരണം അത് ചെയ്യേണ്ട വിധം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി അതിൻ്റെ അപ്ലിക്കേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബ്ലോക്കായിട്ട് എന്നെ ഫോളോ ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുള്ളൂ. അതല്ലാതെ ആദ്യമേ എന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ദ 0 ഓഫ് ദ വെർനിയർ സ്കെയിൽ. വെർനിയറിൻ്റെ 0 എവിടെയുള്ളത്? 5.10 സെൻറ്റിമീറ്ററിൻ്റെയും 5.15 സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിൽ. ആരുടെ? മെയിൻ സ്കെയിലിൻ്റെ ഇടയിൽ. 2 ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടാനുണ്ട്. രണ്ടെണ്ണം. ഒന്നെന്താ? ഇതിൽ നിന്ന് 2 ഇൻഫർമേഷൻ. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ എന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് പഠിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ശരിയായ ആൻസറോ തെറ്റായ ആൻസറോ എന്തോന്ന് കിട്ടട്ടെ, എന്നിട്ട് എന്നെ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു ഇവിടെ ഈ ഇൻഫർമേഷന് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. 2 എണ്ണം. ഒന്ന് എന്താണെന്നറിയോ? ഒന്ന്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് MSR കിട്ടും. MSR കാരണം മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇങ്ങനെ പോണ സമയത്ത് ഇതിൻ്റെ 2 അടുത്തടുത്ത വാല്യൂ ആയി തന്ന് അതിൻ്റെ 2ൻ്റെ ഇടയിലാണ് വെർനിയറിൻ്റെ 0 നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെർനിയറിൻ്റെ 0ക്ക് നേരെ ഉള്ളതാണല്ലോ MSR എന്ന് പറഞ്ഞത്. അപ്പോൾ നേരെ ആളില്ലെങ്കിൽ തൊട്ട് മുമ്പിലുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള ആളാരാ? 5.10. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടാനുള്ളത് MSR ആണ്. MSR മെയിൻ സ്കെയിൽ റീഡിങ് അപ്പോൾ കിട്ടി 5.10 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഇൻഫർമേഷൻ കൂടിയും ഈ ഡാറ്റ നമുക്ക് തരുന്നുണ്ട്. എന്താണത്? നോക്കൂ, അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ റീഡിങ് പോവല്ലേ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഇടയിലാണ് ഈ VS0 ഉള്ളതെങ്കിൽ ഇയാളെ വാല്യൂ ആണ് തന്നത്. അപ്പോൾ ഈ 2 വാല്യൂസിനെയും സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ ഡിവിഷന് ഇടയിലുള്ള ഗ്യാപ്പല്ലേ കിട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MSD, മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും MSD. ആൾസോ MSD ഈസ് ഈക്വൽ എത്ര കിട്ടുക? 5.15 സെൻറ്റിമീറ്റർ മൈനസ് 5.10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 സെൻറ്റിമീറ്റർ MSD കിട്ടി. അതാണ് ഇതിലെ പോയിന്റ്. ഓക്കെ, ഇനി ബാക്കി നോക്കൂ. ദ വെർനിയർ സ്കെയിൽ ഹാസ് 50 ഡിവിഷൻസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ N 50. പിന്നെയോ ഈക്വലൻ്റ് ടു 2.45 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്.
ഓക്കെ, അതായത് 50 ഡിവിഷൻ ഉണ്ട്. ആ 50 ഡിവിഷന് 2.45 സെൻറ്റിമീറ്ററിന് ഈക്വലൻ്റ് ആണ്. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അതായത് നോക്കാം, 50 ഡിവിഷൻ ഈക്വലൻ ടു 2.45 സെൻറ്റിമീറ്റർ. ദെർഫോർ ആൾസോ വി എസ് ഡി ഈക്വൽ ടു, അപ്പോൾ ആകെ ഉള്ളത് എത്ര? 2.45. അത് എത്ര ഡിവിഷനാണ്? 50. അപ്പോൾ 2.45 ഡിവൈഡഡ് ബൈ 50 വിച്ച് ഈസ് ഈക്വൽ ടു 0.49 സെൻറ്റിമീറ്റർ എന്നല്ലേ? യെസ്, സെൻറ്റിമീറ്റർ. അപ്പോൾ എം എസ് ടി കിട്ടി, വി എസ് ടി കിട്ടി, ഒക്കെ കിട്ടി. ഇനി എന്താ? ഇനി നമ്മളോട് പറഞ്ഞത് 24th ഡിവിഷൻ ഓഫ് ദ വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിലിലെ 24ാമത്തെ ഡിവിഷൻ എക്സാക്ട്ലി കോയിൻസൈഡ്സ് വിത്ത് വൺ ഓഫ് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എത്രയാണ്? അപ്പോൾ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സ്മോൾ എൻ ആണ് 24. ശരിയല്ലേ? കാരണം വെർനിയറിലെ ഏതോ ഒരു വരെയാണല്ലോ മുകളിൽ മെയിൻ സ്കെയിലിട്ട് മാച്ച് ആവുന്നത്. അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എന്നോട് റെപ്രസെൻറ്റ് ചെയ്തത്. ക്യാപിറ്റലിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് തുടരാം. ഇനി ഡയമീറ്റർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നൗ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു എം എസ് ആർ പ്ലസ്, കാരണം ഇക്വേഷൻ എന്താ? എം എസ് ആർ പ്ലസ് എൻ ഇൻറ്റു എൽ സി ആണ്. എൻ ഇൻറ്റു എൽ സി. ഓക്കെ, അപ്പോൾ എൽ സി നമ്മൾ കണ്ടെത്തണം അല്ലേ? എൽ സി കിട്ടിയില്ലല്ലോ? ഇല്ല. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എം എസ് ഡി മൈനസ് വി എസ് ഡി. അപ്പോൾ എം എസ് ഡി എത്ര? എം എസ് ഡി 0.05 മൈനസ്, ഓക്കെ ഞാൻ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാക്കി എഴുതാം, ഇവിടെ തന്നെ കൊടുക്കാം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എം എസ് ഡി 0.05 മൈനസ് 0.049 ആണല്ലോ, ഇവിടെ 49 എന്നാണ് ഇട്ട്. 049 സെൻറ്റിമീറ്റർ അല്ലേ? യെസ്, സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് ഓവർ ഹിയർ 0.049 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമ്മൾ ആൻസറും സെൻറ്റിമീറ്ററിൽ തന്നെയാണുള്ളത്. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നൗ ഡയമീറ്റർ. Therefore diameter is equal to the dia equal to MSR എത്ര? 5.10 plus n is 24. n 24. Then least count എത്ര? 0.001 സെൻറ്റിമീറ്റർ. 0.001 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 0.24 ഇൻറ്റു, ഓക്കെ, 1.001.024 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 5.10 പ്ലസ് 0.024. ഒന്ന് ചെക്ക് ചെയ്യട്ടോ, വാല്യൂ കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ നോക്കണേ. പ്ലസ് 5.1, അപ്പോൾ 5.124 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ടോ നോക്കിയേ. 5.124 സെൻറ്റിമീറ്റർ ഇല്ലേ? അതിനല്ലേ കിട്ടി? യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓൺലി ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇത് ഞാൻ ചെയ്യാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ കിട്ടണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. ആദ്യമായിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത്. പുതിയ കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തില്ല. പുതിയതൊക്കെ വരാനിരിക്കുന്നുള്ളൂ. വ്യക്തല്ലേ? ഷാൽ ഐ പ്രൊസീഡ്? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ജെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. യെസ്, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുക കേട്ടോ. ഓക്കെ, നോക്കാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യേ, എന്നിട്ടാണ് എന്നെ ഫോളോ ചെയ്യേണ്ടത്. അല്ല ആദ്യം തന്നെ എന്നെ ഫോളോ ചെയ്യില്ല. നോക്കൂ, ദർ ആർ 2 വെർനിയർ കാലിപ്പേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ഹാവ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ. 1 സെൻറ്റിമീറ്ററിന് 10 ഈക്വൽ ഡിവിഷൻ എന്ന് വെച്ചാൽ രണ്ടാണെങ്കിലും അതിന് എം എസ് ഡി ആണ് തന്നത്.
അപ്പോൾ എം എസ് ഡി ഈസ് ഈക്വൽ ടു 1 MSD ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ 0.1 സെൻറ്റിമീറ്റർ ആണ് MSD, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ആണത്. നമ്മുടെ ആൻസർ എന്തിലാണ് തന്നിട്ടുള്ളത്? സെൻറ്റിമീറ്ററിലാണ്. കാരണം ഇതാ ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിൽ തന്നെ തുടരാം. അപ്പോൾ MSD രണ്ടാക്കും സെയിം ആണ്. അത് C1 C2 എന്നാണ് രണ്ടെണ്ണം തന്നത്. രണ്ടിനും MSD സെയിം. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? The vernier scale of one of the calipers has 10 equal divisions that corresponds to 9 main scale divisions. ഓക്കെ, അപ്പോൾ C1ൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ C1ൻ്റെ കേസ് അങ്ങനെ തന്നെ എഴുതാൻ പോവാണ്. C1ൻ്റെ കാര്യം എഴുതാം. C1ൽ നമ്മളോട് പറഞ്ഞത് 10 vernier scale has 10 equal divisions that corresponds to 9 main scale division. അപ്പോൾ 9 MSD that is equal to 10 VSD, or 1 VSD equal to 0.9 MSD. ഓക്കെ, MSDൻ്റെ വാല്യൂ നമുക്ക് കയ്യിൽ ഇവിടെ ഉണ്ട്, നിൽക്കട്ടെ, വിച്ച് ഈസ് ഈക്വൽ ടു 0.9 സെൻറ്റിമീറ്റർ. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കണ്ടെക്കാം. ലീസ്റ്റ് കൗണ്ട് എന്താ? 1 MSD മൈനസ് 1 VSD. അപ്പോൾ MSD എത്ര? 0.1 മൈനസ് VSD എത്ര? 0.9 അല്ലേ? സോറി, സെൻറ്റിമീറ്റർ അല്ലത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. 10 ഈക്വൽ ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ. C1ൽ വെർനിയർ സ്കെയിൽ ഓഫ് 10 ഈക്വൽ ഡിവിഷൻസ്. ജസ്റ്റ് എ സെക്കൻഡ് അഗെയിൻ. 10 ഈക്വൽ കറസ്പോണ്ട്സ് ടു 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ 1 MSD 9/1 0.9 MSD. യെസ്, മിസ്റ്റേക്ക് മനസ്സിലായോ? ഇവിടെ കാൽക്കുലേഷനിലാണ് മിസ്റ്റേക്ക് വന്നത്. യെസ്, ദിസ് ഈസ് ഈക്വൽ ടു 0.9 അല്ല, 0.09 സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ MSD 0.1 സെൻറ്റിമീറ്റർ ആണുള്ളത്. 0.1 സെൻറ്റിമീറ്റർ ആണ് MSD ഉള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം 0.9 ഇൻറ്റു 0.1 എത്ര? 0.09 സെൻറ്റിമീറ്റർ. നൗ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര കിട്ടുക? 0.1 മൈനസ് 0.09 അത്രയും സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0.0101 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? 9 + 1 10 0 0. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇനി എന്താ നമ്മളോട് ക്വസ്റ്റൻ എന്താ അവിടെ? ദ വെർനിയർ സ്കെയിൽ ഓഫ് ദി അതർ കാലിപ്പേഴ്സ്, അതിൽ 10 ഈക്വൽ ഡിവിഷൻ കറസ്പോണ്ട്സ് ടു 11 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ദ റീഡിംഗ് ഓഫ് ദ 2 കാലിപ്പേഴ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. റീഡിംഗ് തന്നിട്ടുണ്ട്. ദ മെഷേർഡ് വാല്യൂസ് ഇൻ സെൻറ്റിമീറ്റർ ബൈ ദ കാലിപ്പേഴ്സ് C1 ആൻഡ് C2 ആർ റെസ്പെക്റ്റീവ്ലി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്താണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് C1നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലീസ്റ്റ് കൗണ്ട് നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ റീഡിങ്ങിൻ്റെ ഇമേജ് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റീഡിങ്ങിൻ്റെ ഇമേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കാരണം ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഡാറ്റ ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടല്ലോ. അതായത് C1ന് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ഡാറ്റയിൽ ഇപ്പോൾ C1ൻ്റെ LC നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കണം. ഫോർ C1 ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ അല്ലേ? 0.01 സെൻറ്റിമീറ്റർ ലീസ്റ്റ് കൗണ്ടാണ്. ഇനി അതിൻ്റെ റീഡിങ്, C1ൻ്റെ റീഡിങ് നമുക്കിവിടെ കണ്ടെത്താം. C1 എന്താ മെഷർ ചെയ്യുന്നത്? മെഷേർഡ് വാല്യൂ എന്നുള്ളൂ അല്ലേ? എന്താണ് മെഷർ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ റീഡിങ് ഈസ് ഈക്വൽ ടു ഇവിടെ റീഡിങ് ഈസ് ഈക്വൽ ടു MSR. അപ്പോൾ MSR നമുക്ക് നോക്കാം. MSR എന്ന് പറയുന്നത് ഇതിൻ്റെ 0 ഇവിടെയാണ്,
ആ സീറോൻ്റെ നേരെ മുകളിൽ ആരുമില്ല, അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പറാണ്. അപ്പോൾ ഇതെടുക്കേണ്ടത്. ഇത് 2 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 2. ഇത് 3 ആണ്, അപ്പോൾ ഇത് 2.5. അപ്പോൾ 2.5 ഇത് അല്ലേ, 6, 7, 8. അപ്പോൾ 2.8 കിട്ടി. MSR 2.8 പ്ലസ് VSR. അപ്പോൾ ഇതിൽ എത്രാമത്തതാണ് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കാം. കോയിൻസൈഡ് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ കോയിൻസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഏതാ നോക്കൂ. നമ്മുടെ ഒന്ന് വലുതാക്കി നോക്കാം. ദിസ് ഈസ് ആൾമോസ്റ്റ് ഓക്കെ അല്ലേ, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ ആയിട്ട് കാണുന്നുണ്ട്. 2 പോയിൻറ്റിലെ എത്രാമത്തെ ലൈനാണ് നോക്ക്. ഇത് റെഡി അല്ലത് ആണോ, അല്ലെങ്കിൽ ദിസ് വൺ, ഇതാണ് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ളത് അല്ലേ. നോക്കൂ 5, അപ്പോൾ 6, 7, 8 കൊടുക്കാം. 8 നോക്കാം. 8 N8 ഇൻറ്റു ലീസ് കൗണ്ട് 0.01. റെഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8 പ്ലസ് 0.08. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.88 സെൻറ്റിമീറ്റർ. 2.88 സെൻറ്റിമീറ്റർ C1 അല്ലേ. അപ്പോൾ 88 എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ലല്ലോ. 88 C1ൻ്റെ റീഡിങ്ങിന് 88 എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നിയറസ്റ്റ് ഉള്ളത് നമുക്ക് ആരാണ്, 8.7 ആണ്. 3. ഒരു മിനിറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഇവിടെ ഈ ഡയഗ്രാം തന്ന സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ റീഡിങ് വെച്ചിട്ട് ഏത് വെച്ച് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ നമുക്ക് ലഭിക്കണം, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടില്ല, ആ ഇക്വേഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാലോ. യെസ്, ഇവിടെ സംഭവം എന്താ അറിയോ, നമ്മൾ ചെയ്തത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മുടെ ആ നോട്ടത്തിൻ്റെ പ്രശ്നമാണ്. ആക്ച്വലി രണ്ട് മെത്തേഡിലും നമുക്കിത് ചെയ്ത് നോക്കാം. മറ്റേ മെത്തേഡിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസറാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ പ്രിമിറ്റീവ്, നമ്മുടെ ഒറിജിനൽ മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2.88 നമ്മുടെ ഓപ്ഷനിലില്ല, പകരം 87 ഉള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ 8ാമത്തെ ഡിവിഷനാണ് ഇല്ല, ഇവിടെ 8ാമത്തെ ഡിവിഷനാണ് നമ്മൾ എന്ത് ചെയ്ത് ഈക്വലാക്കി, മീൻസ് കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുത്തത്. പക്ഷെ അത് 8 അല്ല ശരിക്കുള്ളത്, 7 ആണെന്നാണ് ആ സൂചന. കാരണം അല്ലാത്തത് എന്തായാലും ഇവിടെ അല്ല, 5 എന്തായാലും അല്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള ഓപ്ഷൻ ഏതാണ്, നമുക്ക് 7 ആണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നത് ഇവിടെ 8 അല്ല, മറിച്ച് 7 നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ സൂചന. അപ്പോൾ 7 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറും കറക്റ്റ് ആവും. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ 8 എന്നുള്ളതിന് പകരം ഇവിടെ 7 എടുക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ സ്മോൾ n 7, അപ്പോൾ 0.07 എന്ന് കിട്ടും. അപ്പോൾ 87 സെൻറ്റിമീറ്റർ. ഇനി ഇതേ സാധനം നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെയാണോ കിട്ടുന്നത്, അതല്ല വേറെ വല്ലതും നമുക്ക് കിട്ടുകയാണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് വൺ വെച്ചിട്ട് അതെങ്ങനെ, റീഡിങ് എങ്ങനെ, റീഡിങ് ഓഫ് മെയിൻ സ്കെയിൽ അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ എന്നാണ്. അപ്പോൾ നോക്കൂ, അപ് ടു കോയിൻസൈഡിങ് മെയിൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കോയിൻസൈഡ് ചെയ്യുന്നത് ഇതായിട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് ആ റീഡിങ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ റീഡിങ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അത് എത്രയാണ്, ഇത് നോക്കൂ, ഇത് 3, അപ്പോൾ ഇത് 3.5 അല്ലേ. റീഡിങ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ റീഡിങ് ഈസ് ഈക്വൽ ടു 3.5 മൈനസ് n ഇൻറ്റു VSD ആണ്. അപ്പോൾ n എത്ര, 7 ഇൻറ്റു VSD എത്ര നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, VSD എത്ര 0.09, 0.09 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 മൈനസ് 0.63 എന്ന് കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കി, എത്ര കിട്ടുന്നത്, 2.87 കിട്ടുന്നില്ലേ നോക്ക്. യെസ്, ഇറ്റ് ഈസ് 2.87 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ട് മെത്തേഡ് ഓക്കെ ആണെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചത് കേട്ടോ.
ഓക്കെ, അതേപോലെ C1ൻ്റെ പരിപാടി ആയിട്ടുള്ളൂ. കാരണം C1ന് 8.2.87 എന്നുള്ളത് നമുക്ക് 3 ഓപ്ഷനിൽ 2.85 അല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആണ്. അപ്പോൾ ആ രൂപത്തിൽ കൂടിയാണ് നമ്മൾ ആ രൂപത്തിലേക്ക് 7th ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്ത്. ഇനി അവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് സെക്കൻഡ് സ്കെയിലാണ്. അപ്പോൾ സെക്കൻഡ് സ്കെയിൽ നോക്കാം. വെർനിയർ സ്കെയിൽ സെക്കൻഡ് വെർനിയർ കാലിപ്പേഴ്സ് C2ൻ്റെ കേസിൽ C2 നോക്കും. The Vernier scale of other calipers C2 has 10 equal divisions corresponds to 11 main scale division. അപ്പോൾ ഇത് നല്ല പ്രശ്നമാണ്. കാരണം എന്താ അറിയോ, ഇവിടെ കാരണം 11 മെയിൻ സ്കെയിലിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് 10 വെർനിയർ സ്കെയിലാണ്. എന്ന് വെച്ചാൽ ഏതവിടെ വലുത്? VSD വലുതും MSD ചെറുതുമാണ്. കാരണം മെയിൻ സ്കെയിലിൽ 11 ആൾ വേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ വെർനിയറിൽ 10 ആളായിട്ട് മാച്ച് ആവാൻ. അപ്പോൾ ഈ കേസിൽ നമുക്ക് നമ്മൾ ആദ്യത്തെ ഈക്വേഷൻ പറ്റൂല. അവിടെ നമ്മൾ രണ്ടാമത്തെ ഈക്വേഷനെ ഉപയോഗിക്കാവൂ. ഇവിടെ സെക്കൻഡേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ നോക്കാം. C2ൻ്റെ കേസിൽ MSD ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.1 സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് പറയുന്നത് 10 VSD equal to 11 MSD എന്നാണ്. ദാറ്റ് ഈസ് 1 VSD equal to 11 divided by 10 MSD. That is equal to 1.1 into 1.1 into 0.1 centimeter. That is 0.11 centimeter. അപ്പോൾ VSD കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷന് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ റീഡിങ് നോക്കാം. ദ റീഡിങ് ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മൾ ഇത്. അപ്പോൾ ഇവിടെ എത്രാമത്തെ ആളാണ് കോയിൻസൈഡ് എന്ന് ഒന്ന് കൃത്യമായിട്ട് നോക്കിയേ. കോയിൻസൈഡ് ചെയ്യുന്നത് ഇവിടെ കോയിൻസൈഡ് എന്ന് ഇതല്ലേ അല്ലേ? യെസ്. ഈ ഡയഗ്രാം അനുസരിച്ചിട്ട് ഈ റീഡിംഗ് ആണ്. ഇയാളാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് എത്ര? 3 ആണിത്. 3.5 3.6. അപ്പോൾ 3.6 മൈനസ് അതിൻ്റെ n എത്രയാണ്? 3.6ൻ്റെ n 5. ദിസ് ഈസ് 5 6 7 എഗെയിൻ 7. അപ്പോൾ 7 into 0.11 ലീസ്റ്റ് കൗണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 മൈനസ് 0.77 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 2.83 സെൻറ്റിമീറ്റർ. ഇത് ഓപ്ഷൻ ഉണ്ടോ? 2. യെസ്, ഇറ്റ്സ് ഹിയർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റനാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ മാനേജ് ചെയ്യണേ, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. JEE ക്വസ്റ്റനാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റെഡി? ഓക്കെ.